പാറന്റെ അടിയിൽ വെള്ളം ഉണ്ട്, അത് സ്വകാര്യ മുതലാളിന്റെ സ്ഥലമാണ്. അയാൾക്ക് ആവശ്യമുള്ള വെള്ളം എടുത്തിട്ട് വലിയ പാറ എടുത്തിട്ട് 40 ആൾ ചേർന്നിട്ട് അതിന്റെ മേലെ വെച്ചിട്ട് പൂട്ടിക്കളയും. ഇപ്പൊ മൂസ നബി എഴുന്നേറ്റിട്ട് പറഞ്ഞു, അത് പാടില്ല, വെള്ളത്തിനൊരു അവകാശി പാടില്ല, വെള്ളത്തിന് അവകാശി പാടില്ല കേട്ടോ. 2 കാര്യങ്ങൾക്ക് ഉടമാവകാശം അള്ളാഹു ആർക്കും തന്നിട്ടില്ല. എല്ലാം നമ്മുടേത് എന്ന് ആലങ്കാരികമായിട്ട് നമുക്ക് പറയാം. എല്ലാം പടച്ചോണ്ടതാണെങ്കിൽ ആലങ്കാരികമായിട്ട് നമുക്ക് പറയാം. വണ്ടി എന്റേതാ, വീടെന്റേതാ, മക്കളെന്റേതാ, ഇത് ഭൂമി എന്റേതാണ്, സ്ഥലം എന്റേതാണ്, സ്വത്തൻ്റെതാണ്, കച്ചവടം എന്റേതാണ്, എല്ലാം കൂടെ പറയാം. പക്ഷേ 2 കാര്യം എന്റേത് നിങ്ങൾ പറയാൻ പാടില്ല. ഒന്ന് വെള്ളം, മറ്റൊന്ന് തീ. ഇത് 2നും ഉടമാവകാശം അള്ളാഹു ഒരാൾക്കും കൊടുത്തിട്ടില്ല. ഈ വേനൽക്കാലത്ത് ഈ കിണറിന് വെള്ളം പറ്റി എന്ന് കണക്കൂട്ടാം. നമ്മൾ വെള്ളം എടുക്കാൻ അയൽപക്കത്തെ വീട്ടിൽ വെള്ളം ഉണ്ട്, അവിടെ പോയി നിങ്ങൾ വെള്ളം എടുക്കാൻ പാടില്ല, എന്റെ വെള്ളം നിങ്ങൾ എടുക്കരുത് എന്ന് പറയാൻ ആ വീട്ടിലെ പെണ്ണിന് അവകാശമില്ല. അവളുടെ കിണറിൽ വെള്ളം കൊടുത്തിട്ട് ഇവളുടെ കിണറിൽ വെള്ളം പറ്റിച്ച് പടച്ചോണറിയാം, ഇവളെ കിണറിൽ വെള്ളം കൊടുത്തിട്ട് അവളെ കിണറിൽ വെള്ളം പറ്റിക്കാം. അള്ളാഹ് അറിയാറ്റല്ല, ഇത് നിനക്ക് അള്ളാഹു നൽകുന്ന ഭാഗ്യമാണ്. നീ വെള്ളം സദഖ ചെയ്താൽ വല്ലാത്ത പുരിയാൻ നിനക്ക്. അതുകൊണ്ട് നീ